വരുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വെഹിക്കിൾ മേടിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡാഷ് ക്യാമറ. ഡാഷിനെ കുറിച്ച് ഫീച്ചർ ലോഡഡും കൂടിയാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ. ശരിക്കും ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചർക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നോർമൽ ക്രെറ്റയാണോ വേണ്ടത് അതോ കിങ് എഡിഷൻ ക്രെറ്റയാണോ വേണ്ടത്. സോ ഫ്രണ്ടിൽ ആളില്ല, ബാക്കിലത്തെ ആൾ കുറച്ചും കൂടി കംഫർട്ടബിളി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സീറ്റ്. നമ്മുടെ ഇന്ത്യയിൽ SUV എന്ന കൾച്ചർ തന്നെ മാറ്റിമറിച്ച ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത ഒരു SUV-യിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത്. യെസ് ഗൈസ്, ഇറ്റ്സ് നെയിം ഹ്യുണ്ടായി ക്രെറ്റ. ഒരു കൊറിയൻ ബ്രാൻഡായ ഒരു SUV ആണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. ഹ്യുണ്ടായി ക്രെറ്റ കിങ് എഡീഷനാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. സോ കിങ് എഡീഷനും നോർമൽ ക്രെറ്റയും എന്തൊക്കെ ഡിഫറൻസ് വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് അടുത്ത് പഠിച്ച് വരാം. ഹ്യുണ്ടായി ക്രെറ്റ കിങ് എഡിഷൻ. സോ ലെറ്റ്സ് ഗോ ദ ഫുൾ വീഡിയോ ഓഫ് ഹ്യുണ്ടായി ക്രെറ്റ കിങ് എഡിഷൻ. സോ ഫൈനലി ഇതാണ് ഹ്യുണ്ടായി ക്രെറ്റ കിങ് എഡിഷൻ. കിങ് എഡിഷൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ് കിങ് എഡിഷൻ വരുന്നത്. സോ നോർമൽ ക്രെറ്റയിലും കിങ് എഡിഷനിലും എന്തൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നോർമൽ ക്രെറ്റയാണോ വേണ്ടത് അതോ കിങ് എഡിഷൻ ക്രെറ്റയാണോ വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. സോ ഹ്യുണ്ടായി ക്രെറ്റയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരുപാടധികം സെല്ല് ചെയ്ത ഒരു SUV-കളിലൊന്നാണ് ഹ്യുണ്ടായി ക്രെറ്റ. ശരിക്കും നമ്മൾ റോഡിൽ കൂടുതലും കാണുന്ന ഒരു SUV-കളിലൊന്നാണ് ഹ്യുണ്ടായി ക്രെറ്റ. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലാണ്, നല്ലൊരു കിഡിലം SUV ആണ് നമ്മൾ കൂടെയുള്ളത്. കണ്ടോ, ഹ്യുണ്ടായി ക്രെറ്റ എന്നുള്ള ഒരുപാടധികം ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ക്രെറ്റ ഇന്ത്യയിൽ സെൽ ചെയ്തിട്ടുണ്ട് ഹ്യുണ്ടായി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് കണ്ടു തുടങ്ങാം. സോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നുള്ള ഹ്യുണ്ടായുടെ വലിയൊരു ലോഗോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുപോലെ ചുറ്റും കാണുന്ന ഗ്രിൽ യൂണിറ്റ് ഒരു ഡാർക്ക് ക്രോം രീതിയിലാണ് ഇതിൻ്റെ ഗ്രിൽ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഒരു 3 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ളി കണക്റ്റഡായ DRL യൂണിറ്റ് ഫ്രണ്ടിൽ വന്നുള്ളത്. സോ 10 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ഫുള്ളി LED ലാംപ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നുള്ളത്. 4 പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ബമ്പർ ഒരു ഗൺ മെറ്റാലിക് ഫിനിഷിൻ്റെ ബമ്പർ വന്നുള്ളത്. ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. റഡർ കാണാൻ സാധിക്കും. ക്യാമറ ആ ഒരു വിൻഷീൽഡിലും വന്നിട്ടുണ്ട്. ഹുഡിലും ധാരാളം ക്യാരക്ടർ ലൈൻസോട് വരുന്ന ഒരു ഹുഡാണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നുള്ളത്. ഒരു ബൾക്കി ഫീൽ ലഭിക്കും ആ ഒരു ഹുഡിൻ്റെ ക്യാരക്ടർ ലൈൻസ് കാണുന്ന സമയത്ത്. വൈപ്പർ യൂണിറ്റും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇനി നേരെ സൈഡ് പ്രൊഫൈലോട്ട് വരികയാണെങ്കിൽ സൈഡിൽ മെയിൻ ചേഞ്ച് വരുന്നത് ആ ഒരു വീൽ സെക്ഷനിലാണ്. നോർമൽ ക്രെറ്റയിലും ഈ ഒരു ക്രെറ്റ കിങ് എഡിഷനിലും ഡിഫറൻസ് വരുന്നത് ആ ഒരു ടയർ സൈസിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അലോവിൽ പാറ്റേണിലും ഡിഫറൻസ് വരുന്നുണ്ട്. അലോവിൽ ഫുള്ളി ചേഞ്ച് ചെയ്ത് പുതിയൊരു അലോവിലാണ് ഈ ഒരു കിങ് എഡിഷനിൽ വന്നുള്ളത്. നോർമൽ ക്രെറ്റയിൽ 17 ഇഞ്ചാണ്. സോ ഇതിൽ വന്നുള്ള ഒരു 18 ഇഞ്ച് വീൽസ് വന്നത്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. +0.5 സ്പോക്കാണ് ഈ വീൽ വരുന്നത്. ഹ്യുണ്ടായുടെ ലോഗോ കാണാൻ സാധിക്കും. സോ അതുപോലെ തന്നെ വീൽ ആർച്ചസും ആ ഒരു ക്ലാഡിങ് SUV ഫീൽ പോലെയാണ്, ബൾക്കി ഫീൽ പോലെയാണ് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓട്ടോ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സ്, അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും. നേരെ താഴെ ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ടാണ് സൈഡിൽ വന്നുള്ളത്. സോ ഇതാണ് ഓവറോൾ തന്നെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വന്നുള്ളത്. ഓൾ വീല് ബേസ് മോഡ് മുതൽ ആ ഒരു ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. സോ റൂഫ് റെയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റ് ശ്രദ്ധിച്ചോ, ഇത് ക്രെറ്റയുടെ ക്യാരക്ടർ ഡിസൈൻ വരുന്നതാണ്. സോ ക്രെറ്റ ഇറങ്ങിയ സമയത്ത് ഒരുപാടധികം ക്രെറ്റയിൽ വരുന്ന ഒരു ഐഡൻറ്റിറ്റി തരുന്ന രീതിയിലാണ് ശരിക്കും ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. +1. സോ മൂവ് ദ റിയർ പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. സോ റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ബേസ് മോഡൽ മുതൽ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. +0. സോ ഇതൊരു കവേർഡ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലോഗും കവേർഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. കിങ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കിങ് ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിലെ കിങ് എന്ന് വിളിക്കാൻ പറ്റും ഈ ഒരു കിങ്ങിനെ. യെസ് ഗൈസ്, ഈസ് ക്രെറ്റ. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. സോ റിവേഴ്സ് ലാംപ്സ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ബമ്പർ യൂണിറ്റിലാണ് ലാമ്പ് വന്നുള്ളത്. പാർക്കിംഗ് സെൻസേഴ്സും ആ ഒരു ബമ്പറിലാണ് വന്നുള്ളത്. ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റും കാണാൻ സാധിക്കും. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, ഡിഫോക്കൽ ലൈൻസ് ആൻഡ് റിയർ വൈപ്പറും നമുക്ക് ഇതിൻ്റെ റിയറിൽ കാണാനായിട്ട് സാധിക്കും. സോ നേരെ ബൂട്ട് സ്പേസ് കണ്ടു നോക്കാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. പാർസൽ ട്രേ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ നേരെ താഴെ ടൂൾ കിറ്റ് അതുപോലെ സ്പെയർ വീലും താഴെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സോ മാനുവലി ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ് യൂണിറ്റ് വരുന്നുള്ളത്.
സോ അത്യാവശ്യം നല്ല വെയിലുണ്ട്, മഴക്കാറുണ്ട്, എന്തായാലേ ക്ലൈമറ്റ്. സോ ആ ഒരു ക്ലൈമറ്റിന് പറ്റിയൊരു വണ്ടിയാണ് എസ് യു വിയിൽ ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ. ലോങ് ഡ്രൈവിനാണെങ്കിലും കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു എസ് യു ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും കംഫർട്ടബിൾ സീറ്റ്സും ഫാൻ ബേസുമുള്ള ഒരു എസ് യു വി ആണ് ഇറ്റ്സ് ഗൈസ് ഹ്യുണ്ടായി ക്രെറ്റ. സോ നമുക്ക് നേരെ ഇൻറ്റീരിയർ കണ്ടു നോക്കാം. റിക്കോസൻസ് ബട്ടൺ വരുന്നുണ്ട്. സോ ഇതൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒരു വെഹിക്കിൾ വരാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഡോർ പാഡ് ബീച്ച് കളർ കാണാൻ സാധിക്കും. ഒരു മാറ്റ് കളേഴ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. മെമ്മറി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു കിങ് എഡിഷനിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ് മെമ്മറി സീറ്റ്. സോ അതുപോലെ തന്നെ ഈ ഒരു ലോക്ക് അൺലോക്കും മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബോസിൻ സ്പീക്കർ, വാട്ടർ ഹോൾഡർ, സ്റ്റോറേജ് സ്പേസ്, സ്കഫ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സിന് ഫ്രണ്ടിൽ രണ്ടും വന്നിട്ടുള്ളത്. അത് കിങ് എഡിഷനിൽ മാത്രം കിട്ടുന്ന ഫീച്ചറാണ് ഫ്രണ്ടിൽ 2 സീറ്റും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് വരുന്നത്. പ്ലസ് പോയിന്റ്. സോ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ലഭിക്കും. ഒരു ഓരോ പോർഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു 4 സ്പോക്ക് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഒരു സ്റ്റിയറിംഗ് വീലിനെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മീഡിയ ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോൾ, അഡാസ് ഫീച്ചേഴ്സ്, ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോളിന് ഓപ്ഷൻ ആണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് വന്നത് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. വൈപ്പർ യൂണിറ്റ്, ഹെഡ് ലാമ്പ് യൂണിറ്റും ഈ 2 സൈഡിലും ഇതിൻ്റെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഹ്യുണ്ടായിലുള്ളത്. അത് ബേസ് മോഡിൽ മുതലേ നമുക്ക് ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ കാണാൻ സാധിക്കും. സോ നമ്മൾ ക്രെറ്റയുടെ എല്ലാ വെഹിക്കിളും കാണിച്ചിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റാണ് കിങ് എഡിഷനിലും വരുന്നത്. സോ നേരെ സെൻട്രൽ കൺസോളിൽ പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഹ്യുണ്ടായിനെ കുറിച്ച് ഫീച്ചർ ലോഡഡും കൂടിയാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റ. ശരിക്കും ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി അങ്ങനെ ഒരുപാടധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അത്യാവശ്യം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസും നമുക്കിതിൽ വരുന്നുണ്ട്. സോ നേരെ താഴെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് മീഡിയ കൺട്രോളിൻ്റെ ബട്ടൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് ലാമ്പ്, AC വെൻ്റ് കാണാൻ സാധിക്കും. നേരെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. പ്ലസ് പോയിന്റ്. നേരെ താഴെ ഒരു C-പോർട്ട് ചാർജിങ് സോക്കറ്റും 2 വാട്ട് ചാർജിങ് സോക്കറ്റും ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡാണ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. സോ ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ഷൻ കാണാൻ സാധിക്കും. സോ 3 ഡ്രൈവ് മോഡും 3 ടെറൈൻ മോഡ്സും ഈ ഒരു സെലക്ഷനിൽ വരുന്നുണ്ട്. പ്ലസ് 1 ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡാണ്. വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്, അതിൽ ഫ്രണ്ട് 2 വന്നുള്ള വെന്റിലേറ്റഡ് സീറ്റാണ്. പാർക്കിംഗ് ക്യാമറ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വിഷ്വലാണ് നമുക്ക് തരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ക്യാമറ യൂണിറ്റാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ വന്നുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. സോ ഹ്യുണ്ടായിയുടെ കണ്ടത് സെയിം കീ വന്നുള്ളത്. ലോക്ക് അൺലോക്ക് ആൻഡ് ഹോൾഡ് സ്റ്റാർട്ട് ബട്ടൺ, ടെലിക്കറ്റ് ഓപ്പണിംഗ് ഫംഗ്ഷൻസ് ആണ് ഇതൊരു കീയിൽ വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയും ഹാൻഡിലും കിട്ടുന്ന കീ വന്നുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ്. സോ ഇവിടെ സ്റ്റോറേജ് സ്പേസ്, അവിടെ നമുക്കൊരു AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സോ ചോക്ലേറ്റ് എന്തെങ്കിലും വെച്ച സമയത്ത് കൂളായിട്ട് കിട്ടും. ആ ഒരു ഫീച്ചർ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസും ഹാൻഡ് റെസ്റ്റിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്, അഡ്ജസ്റ്റബിൾ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും ഈ ഒരു ഹാൻഡ് റെസ്റ്റ്. റിയർ മിറേഴ്സ്, ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി, SOS ബട്ടൺ കണക്ടിവിറ്റി കാണാൻ സാധിക്കും. സോ ഇതിന് എമർജൻസി സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ഒരു കണക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിയറസ്റ്റുള്ള സർവീസ് സെൻ്ററിൽ ഒരു കണക്ഷൻ പോകും. സോ നിങ്ങൾക്ക് അവർ കോൾ ചെയ്യും, നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്തു തരുന്ന ബട്ടൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ്, പോക്കറ്റ് ഹോൾഡർ വന്നുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ, ഡാഷ് ക്യാമറയും ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റയിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വെഹിക്കിൾ മേടിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡാഷ് ക്യാമറ. ഡാഷ് ക്യാമറ ഇല്ലാത്ത കാറിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. നിങ്ങൾ മേടിച്ച് വെക്കേണ്ട ഒരു മോഡിഫിക്കേഷൻ ഫീച്ചറിലൊന്നാണ് ഡാഷ് ക്യാമറ. സോ അതിൻ്റെ മെയിൻ യൂസ്ഫുൾ എന്താ വെച്ചാൽ നിങ്ങൾ ഒരു വാഹനം ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ എവിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഫീച്ചർ നിങ്ങളുടെ വെഹിക്കിളിൽ വേണം. സോ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ഫീച്ചറാണ് ഡാഷ് ക്യാമറ വരുന്നത്. റീഡിംഗ് ലാമ്പ് ആൻഡ് പാനോറമിക് സൺറൂഫാണ് ഇതിൽ വരുന്നത്. ശരിക്കും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവരായിരിക്കും കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു പാനോറമിക് സൺറൂഫ് വരുന്നത്.
ശരിക്കും യാത്രയുടെ സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടും ഈ ഒരു പാനോറമിക് സൺറൂഫിൽ ഇരുന്ന് പോകാന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. ഒരു കാറ് വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടും ഈ ഒരു സൺറൂഫുള്ള ഒരു വെഹിക്കിൾ മേടിക്കണം എന്നുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. സോ നേരെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ ഇനി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു സ്പേഷ്യസ് ആയ ക്യാബിനാണ്. കണ്ടോ, അത്യാവശ്യം ലെഗ് റൂം നമുക്ക് കാണുന്ന സമയത്തിന് മനസ്സിലും അത്യാവശ്യം നല്ല കംഫർട്ടബിളും സ്പേഷ്യസ് ആയ ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോൾ എന്ന് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ്, നമുക്കൊരു കർട്ടൻ യൂണിറ്റ് വരുന്നുണ്ട്, കർട്ടൻ ഷെയ്ഡ്സ്, നേരെ താഴെ ലോക്കും പവർ സൂസീസും. സോ അതുപോലെ തന്നെ ബോസിൻ്റെ സ്പീക്കേഴ്സും കാണാൻ സാധിക്കും. താഴെ സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. സോ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയധികം ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളി ഇരിക്കാൻ പറ്റിയ ലെഗ് റൂമാണ് നമുക്ക് ഇത്രയും ലെഗ് റൂമിൽ ലഭിക്കുന്നത്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെസ്റ്റിലേക്ക് സ്പേസിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൊടുക്കുന്നു. സോ ഇതിന് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിയർ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും, 2 C-പോർട്ട് ചാർജ് സോക്കറ്റും ഒരു വയർലെസ് ചാർജിങ് പോർട്ടും. സെക്കൻഡ് റോയിൽ 3 പേര് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്കും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വന്നിട്ടുണ്ട്. പ്ലസ് പോയിന്റ് 2 പേര് C-പോർട്ട് ചാർജ് സോക്കറ്റും ഒരാൾ ഫോൺ ഇവിടെ വയർലെസ് വെച്ചിട്ടും ചാർജ് ചെയ്യാൻ സാധിക്കും. പ്ലസ് പോയിന്റ് നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സോ കവേർഡ് ആരും കാണിക്കുന്നില്ല. സോ സെക്കൻഡ് റോയിൽ വന്ന വേറൊരു ചേഞ്ചാണ്, നമുക്കിവിടെ ഒരു ടേബിൾ യൂണിറ്റ് വരുന്നത്, ഒരു ടേബിൾ കണ്ടുവരുന്നത്. സോ അതും കവേർഡ് എയറും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ഹൈലൈറ്റ് ഫീച്ചറാണ് ബോസ് ഫങ്ഷൻ സീറ്റ്സ്. സോ ഫ്രണ്ടിൽ ആളില്ല, ബാക്കിലത്തെ ആൾ കുറച്ചും കൂടി കംഫർട്ടബിളി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സീറ്റ് കുറച്ചും ഫ്രണ്ടിലോട്ട് ആക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിക്ലൈൻ ഫങ്ഷൻസും നമുക്കൊരു ബോസ് സീറ്റിൽ വരുന്നുണ്ട്. പ്ലസ് പോയിന്റ്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹ്യുണ്ടായി ക്രെറ്റ കിങ് എഡിഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അതുപോലെ തന്നെ ക്രെറ്റ മേടിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. റെഡി സ്റ്റോക്ക് നമ്മൾ അവൈലബിൾ ആണ്. അപ് ടു 1 lakhൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം ഓഫേഴ്സ് വരുന്നുണ്ട്. സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ സീ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ വീണാം. മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.